ഹലോ വൈകുന്നേരം ആയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു നമുക്കൊന്ന് കരിക്കകത്ത് അമ്പലത്തിൽ പോയാലോന്ന്. എന്നാൽ പിന്നെ വല്യമ്മയെ വിളിക്കാമെന്ന് വെച്ചാൽ വല്യമ്മയെ കൂട്ടാനായിട്ട് ഞാൻ പോയി. അപ്പോൾ വല്യമ്മയുടെ കൃഷിസ്ഥലത്ത് നിന്ന് വല്യമ്മ ഓരോന്നും ഇങ്ങനെ പറിച്ച് എന്നെ കണ്ടപ്പോൾ എനിക്ക് പറിച്ച് തരുവാണ് കേട്ടോ. വല്യമ്മ ഇങ്ങനെയാണ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറിച്ച് തന്നുകൊണ്ടിരിക്കും. ഇതൊന്നും വിഷമൊന്നും അടിക്കാത്തതെന്ന് പറഞ്ഞിട്ട് എനിക്കിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ തരുമായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി മധുരമുള്ള പപ്പയ്ക്കൊക്കെ തിന്നിട്ട് അവിടുത്തെ ചക്കയും മാങ്ങയും എല്ലാം കൂടെയൊക്കെ പറക്കിയിട്ടിട്ട് ഞാൻ നേരെ വീട്ടിൽ പോയി. നമ്മളൊക്കെ റെഡിയായി കുളിച്ച് റെഡിയായി അമ്പലത്തേക്ക് പോകാനായിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. ട്രെയിനിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞാനും അമ്മയുണ്ട്, വല്യമ്മയുണ്ട്. അപ്പോൾ വല്യമ്മയെ അമ്മയൊക്കെ പണ്ട് എന്നെ ഇങ്ങനെ എല്ലായിടത്തും കൊണ്ടുപോകുമായിരുന്നു. പിന്നെ അവർ പ്രായം എത്തിയപ്പോഴത്തേക്കും അവരെയൊക്കെ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകാന്നുള്ളത് നമ്മുടെ കടമയല്ലേ. അങ്ങനെ കൊച്ചുവേളി സ്റ്റേഷനിലെത്തിയപ്പോൾ നമ്മളവിടെ ലിഫ്റ്റ് കണ്ടു. അപ്പോൾ ലിഫ്റ്റ് കയറാൻ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര പേടി. എന്നാൽ വല്യമ്മയ്ക്കാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ലിഫ്റ്റ് കയറുക, റൈഡിൽ കയറുക, ഇതൊക്കെ വല്യമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഓട്ടോയിൽ കയറിയിട്ട് അമ്പലത്തെത്തി. അവിടെ നിന്ന് പൂവൊക്കെ മേടിച്ചു, ഭഗവാനെ കണ്ടു, തൊഴുതു. ഭയങ്കര സന്തോഷം തോന്നി. അവർക്കും ഒത്തിരി സന്തോഷം, അവരെയും കൊണ്ട് പോയപ്പോൾ എനിക്കും സന്തോഷം കേട്ടോ. അങ്ങനെ തൊഴുതിറങ്ങിയിട്ട് നമ്മളൊരു ചായയും വടയൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ നിങ്ങളും ഇതേപോലെ അമ്മയ്ക്ക്